ഇന്ന് ഇൻഡോർ പ്ലാന്റ്സിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കുള്ള വീഡിയോ ആണ് കേട്ടോ. കുറച്ച് ഉപകാരപ്പെടും. ഞാൻ നട്ട് വളർത്തി പരീക്ഷിച്ച കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് വേണേ കണ്ടോ. സിങ്കോണിയാണ് ഫസ്റ്റ്. കാട്ടിലും പള്ളയിലും എല്ലാം ഉണ്ട് ഈ സിങ്കോണിയം. പക്ഷേ ഒരു ടേബിളിൽ എടുത്തിട്ട് ഇതുപോലൊരു പോട്ടിനകത്ത് വെച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ. ഞാൻ കുറേ കാലങ്ങളായിട്ട് ഇത് വെച്ചിട്ടുണ്ട്. ഏകദേശം 2 വർഷം ആവാറായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കും കേട്ടോ. പക്ഷേ വീട്ടിലെ പെറ്റ്സ് ഫ്രണ്ട്ലി അല്ല കേട്ടോ. പിന്നെ ഉള്ളത് വെരിഗേറ്റഡ് അരീലിയ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഈ ഓഫ് വൈറ്റ് ആൻഡ് ഗ്രീൻ കളറാണ് ഇതിൻ്റെ ഒരു ഇലയ്ക്ക് ഭംഗി കൊടുക്കുന്നത്. ഇത് സ്ലോ ഗ്രോത്താണ് കേട്ടോ. നമ്മുടെ ഓഫീസിലെ മിക്ക ടേബിളിലും കാണാം കേട്ടോ. വെള്ളത്തിലാണ് ഇത് കൂടുതലായിട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്നത്. പിന്നെ നമ്മുടെ ഇതേണ്ട സ്നേക്ക് പ്ലാന്റ്, ഇതിങ്ങനെ ബുഷിയായിട്ട് നിൽക്കും. കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റിയാണ്. പിന്നെ നമ്മുടെ എയർ പ്യൂരിഫയർ ആയിട്ടുള്ളൊരു ചെടിയാണ്. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോത്തോസ്. ഇതിനകത്ത് ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇതിങ്ങനെ ടേബിളിൽ എത്ര നാളുകൾ വേണമെങ്കിലും ഇരിക്കും കേട്ടോ. ഇത് ക്രീപ്പറും ക്ലൈംബറും എല്ലാം ഉണ്ട്. എൻ്റെ കയ്യിൽ രണ്ടും ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ താഴേക്ക് പോകുന്നതും മേളിലേക്ക് കയറി പോകുന്നതും എല്ലാം ഉണ്ട്. ഇനി ഞാൻ പറഞ്ഞ വെരിഗേറ്റഡ് വരുന്നതേ ഉള്ളൂ. ഇനി ഇത് ലക്കി ബാമ്പു. ഒരു ലക്കി ബാമ്പു ഇല്ലാത്ത ഒരു ഓഫീസോ വീടോ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇന്നത്തെ കാലത്ത് നമ്മുടെ കൊറോണ കഴിഞ്ഞതിന് ശേഷം എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇത് കേട്ടോ. ലോ മെയിൻ്റനൻസ് ആണ്. ഇതിങ്ങനെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും വളർത്താം. ഇനിയാണ് വെറൈറ്റി സാധനം. ഇത് പനിക്കൂർക്ക, എല്ലാവർക്കും അറിയാവുന്നതാണ്. മെക്സിക്കൻ മിൻറ്റ്. ഒരുപാട് ആരോഗ്യ അവസ്ഥകൾക്കൊക്കെ മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ചെടിയാണ്. ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഗൈസ്. ഞാൻ എൻ്റെ ഹോസ്റ്റലിലെ റൂമിനകത്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. ഇതുവരെ ഒരു പ്രശ്നവുമില്ല. ഒന്ന് സെറ്റ് ചെയ്ത് നോക്ക്, അടിപൊളിയാണ്. പിന്നെ നമ്മുടെ നാടൻ ഫിലോഡെൻഡ്രോൺ ആണ്. വലിച്ചെറിഞ്ഞാൽ പോലും ഉണ്ടാകും. പക്ഷേ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോൾഡൻ കളർ അങ്ങോട്ട് പോയിട്ട് ഗ്രീൻ ലീവ്സ് ആവും. എന്നാലും അടിപൊളിയാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിൻ്റെ ഹോസ്റ്റലിൻ്റെ ജനലിൻ്റെ അടിയിൽ കൂടെ വെച്ചേക്കുന്നതാണ്. അലോവേര ഞാനൊന്ന് പരീക്ഷിച്ചു, കൊള്ളാം, കുഴപ്പമില്ല. പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇല വെള്ളത്തിൽ വെച്ചാൽ ചീഞ്ഞു പോകും കേട്ടോ. പിന്നെ നമ്മുടെ അടിപൊളി ക്ലാസി ആയിട്ടുള്ള CC പ്ലാന്റ് നമ്മുടെ ഓഫീസിൽ അതിങ്ങിരിക്കുന്ന ഒരു സൂപ്പർ ചെടിയാണ്. ഇത് നമ്മൾ ബിസി ആയിട്ടുള്ള പ്ലാന്റ് ലവേഴ്സൊക്കെ ഇല്ലേ, ശ്രദ്ധിക്കാൻ ടൈമില്ലാത്തവർക്ക്, അവരൊക്കെ ഇത് വെക്കാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ഈ ഇല കണ്ടോ, നല്ലൊരു ക്ലാസി ലുക്കാണ്. അധികം വെള്ളമൊന്നും വേണ്ട. അപ്പോൾ അത് CC പ്ലാന്റ്. പിന്നെ ഞാൻ പറഞ്ഞ പോത്തോസിൻ്റെ പല വെറൈറ്റി ഉണ്ട്. പിന്നെ ഈ ഫിലോഡെൻഡ്രോൺ ബോൾ മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിനും ഒരുപാട് ഒത്തിരി മെയിൻ്റനൻസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. വെറുതെ വെള്ളത്തിലേക്ക് ഇടാം. പിന്നെ ഇത് പൂവുണ്ടാകുന്ന എൻ്റെ ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ, ഫ്ലെയിം വയലറ്റ്. അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പിന്നെ സോങ് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ മാർബിൾ പോത്തോസ്. ഇത്രയും സാധനങ്ങളാണ് എൻ്റെ ടേബിളിൽ ഇരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. ബെനിഫിറ്റ്സും അതിൻ്റെ യൂസസൊക്കെ ഞാൻ അതിൽ ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്യണം. ബൈ.